നമസ്കാരം. ഈ വർഷത്തെ ഗുരുവായൂർ ഉത്സവം കൊടിയേറ്റം വരുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലൊരിക്കൽ മാറ്റം നടക്കുന്ന ആനയില്ലാ ശിവേലി രാവിലെ 6:15 നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. രാവിലെ 6:15 സാധാരണ ശിവേലി ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്നതിന് പകരം ശാന്തിയേറ്റ കീഴ്ശാന്തി ആ ഗുരുവായൂരപ്പൻ്റെ പൊൻതീടമ്പ് കയ്യിലേന്തിക്കൊണ്ടാണ് അന്നത്തെ ശിവേലി നടത്തുന്നത്. ഈ ശിവേലിക്ക് ശേഷം മുൻകാലങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ സ്വന്തമായിട്ട് ആനയില്ലാതിരുന്ന കാലത്ത്, ഉത്സവകാലത്ത് ആനയെ ഏക്കത്തിന് പോലും ലഭിക്കാതിരുന്ന ഒരു വർഷം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആന ഉണ്ടാവില്ല എന്ന ആ ഒരു വിഷമകരമായ സന്ദർഭത്തിൽ എവിടെ നിന്നോ ആന കൂട്ടത്തോടെ ഓടിയെത്തി എന്നുള്ളതായിരുന്നു ഐതിഹ്യം. ഇതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇന്നും ഉച്ചയ്ക്ക് 3 മണിക്ക് മഞ്ജുളാൽ പരിസരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആനകൾ, അതായത് ഗുരുവായൂരപ്പൻ്റെ തന്നെ ആനകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആനകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തുന്ന ചടങ്ങുണ്ട്. ഇതിനെയാണ് ആനയോട്ടം എന്ന് പറയാറുള്ളത്. ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടത്തിൻ്റെ ആദ്യ ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കുടമണികൾ അങ്ങോട്ട് മഞ്ജുളാൽ പരിസരത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ആ കുടമണികൾ സ്വീകരിച്ച് ആനകൾ തിരിച്ചിങ്ങോട്ട് ഓടിയെത്തുകയും വേണം. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ആ ആനയ്ക്കാണ് തുടർന്നുള്ള 10 ദിവസങ്ങളിൽ ഉത്സവത്തിൻ്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള ആ ഒരു വലിയ ഭാഗ്യമുള്ളത്. ഈ ആനയെ പിന്നീട് ആനക്കോട്ടയിലേക്ക് മാറ്റാതെ ആനയെ വടക്ക് വശത്തുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ വടക്ക് വശത്തുള്ള ആനപ്പന്തിയിൽ തന്നെ 10 ദിവസവും തളയ്ക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷത്തെ വിജയിയാവാൻ പോകുന്ന ആ ആന ആരാണ് എന്ന് ആകാംക്ഷയോടെ നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നു.